പല ആളുകൾ പറയുമ്പോൾ അവർ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവര് ട്രഡീഷണൽ മേഖലയിൽ ചെയ്യുന്ന ആളുകൾക്ക് പോലും എന്താണ് ട്രഡീഷണൽ മേഖല എന്ന് അറിയാത്തത് കൊണ്ടാണ് അവര് ഡയറക്ടർമാരെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമ്മളോട് അതിനെ തുച്ഛമായിട്ട് കാണുന്നത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ആദ്യം അവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. എന്റെ അഭിപ്രായത്തില് നേരിട്ട് ഡയറക്ടർമാരെ തന്നെ പരിചയപ്പെടുത്തുന്നത്, അവിടെ ചെന്നിട്ട് ട്രഡീഷണൽ സംവിധാനം എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തതിനു ശേഷം അതിന്റെ ഡയറക്ടർ ആയിട്ട് ഒരാൾ നിൽക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഏതൊരാൾക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ടർമാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ ഈ ഡയറക്ടർമാരുടെ പ്രത്യേകതയുണ്ടോ? ഇവിടെ പറയുന്നത് 2025 ആകുമ്പോഴേക്ക് ഏകദേശം 18 മില്യൺ യുവാക്കൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു മഹത്തായിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് മാർക്കറ്റ്. ഇപ്പോഴും നമ്മൾ ആരോടും പറയണ്ടേ എന്ന രീതിയിൽ സംശയിച്ചു നിൽക്കുമ്പോൾ നമുക്കറിയാം വേൾഡിൽ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയും അങ്ങനെ 2025 ആകുമ്പോഴേക്ക് യുവാക്കൾ എന്ന് പറയുമ്പോൾ അവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ലോകം തന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ടീമാണ് യുവാക്കൾ എന്ന് പറഞ്ഞാൽ ആ യുവാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രോത്ത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു പ്രധാനമായിരിക്കുന്ന ഒരു അസാധാരണ ഗസറ്റിലൂടെ ഈ ഡയറക്ട് മാർക്കറ്റിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് സൂചിപ്പിച്ചു കൊടുക്കേണ്ടായി. അതുപോലെ തന്നെ 2018 ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒന്നുകൂടി ഒരു അറിവുകൾ കിട്ടാൻ വേണ്ടി ഇതിന്റെ ഒരു കൈപുസ്തകം